ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇമേജ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു വീഡിയോ ഹൈ ക്വാളിറ്റിയിലിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഒരു ലോ ക്വാളിറ്റി ഇമേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 4K വരെ നിങ്ങൾക്ക് HD ക്വാളിറ്റിയിലോട്ട് നിങ്ങൾ ഇമേജ് കൺവേർട്ട് ചെയ്യാനും ഒരു ലോ ക്വാളിറ്റി വീഡിയോ അപ് ടു 4K അല്ലെങ്കിൽ 8K റെസൊല്യൂഷൻ വരെ നമുക്ക് ഈ ഒരു വീഡിയോ കൺവേർട്ട് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ വഴി പറ്റും. ഫസ്റ്റ് ഞാൻ അവിടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വിന്നെക്സ് വീഡിയോ എ എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിലോട്ട് വരാം. നമ്മൾ PC-യിലാണ് ഇത് ചെയ്യുന്നത്, അവിടെ മൊബൈലല്ല PC-യിലാണ് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്ത് താഴോട്ട് പോയി നിങ്ങൾക്ക് ഇതിൽ വരുന്നിട്ടുള്ള ഓപ്ഷൻസ്, അതായത് മെയിനായിട്ട് വരുന്നിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാണാം. വീഡിയോ സ്റ്റെബിലൈസേഷൻ്റെ ഒരു ഫീച്ചേഴ്സ് ബിഫോർ ആഫ്റ്ററാണ് കാണുന്നത്. പിന്നെ ഇമേജ് എൻഹാൻസ്, അതായത് ക്വാളിറ്റി, ഫോട്ടോയുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ളതാണ്. ഫോട്ടോയും വീഡിയോയും രണ്ടിൻ്റെയും ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതാണ് വീഡിയോ എൻഹാൻസർ. ഒന്ന് വീഡിയോയുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നത്, മറ്റേത് ഫോട്ടോയുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നത്. അപ് ടു 4K വരെ 480p നിന്നും 4K വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രെയിം ഇൻ്റർപോളേഷൻ, അത് എന്നിട്ട് നമ്മൾ ഈ സ്ലോ മോഷൻ വീഡിയോസിനൊക്കെ ഫ്രെയിം കറക്റ്റ്, അതായത് നമ്മളെ എഡ്ജ് കാര്യങ്ങളൊക്കെ റീഷാർപ്പ് ചെയ്ത് വളരെ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നതിനാണ് ഫ്രെയിം ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിൽ മെയിനായിട്ട് കൂടുതൽ. ഇത് കൂടാതെ എക്സ്ട്രാ 3 ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വീഡിയോയിലൂടെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം തന്നെ ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് സിസ്റ്റം റിക്വയർമെൻറ്റ് ഒരു ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഇതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊരുപാട് നമ്മുടെ എന്തൊക്കെയാണ് മിനിമം ഇതിലെ റിക്വയർമെൻറ്റ്സ് വേണ്ടതെന്ന് കാണാം. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ഇവിടെ 2GB റാം വേണം, അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് മിനിമം 180 വേണം, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ചെറിയൊരു സൈസ് മാത്രമേ ഉള്ളൂ, ചെറുതല്ല, ഒരു 100-118 MB. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ്, ഹാർഡ്വെയർ ഇൻഫോ ഡിക്റ്റേറ്റഡ് ബൈ വിൻഡോ എക്സ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് നമ്മൾക്ക് എന്തൊക്കെ ഫയൽസ് റൺ ആവും, ഏതൊക്കെ സ്പെസിഫിക്കേഷൻ നമ്മുടെ PC-ക്ക് ഉണ്ട്, അതിനനുസരിച്ച് എന്തൊക്കെ എൻകോഡർ ഡീകോഡർ വർക്ക് ആവുന്നതാണ് ഇതിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഇൻ്റലിൻ്റെ ഗ്രാഫിക്സ് കാർഡ്, അതായത് ഇൻ്റലിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ്, അതായത് NVIDIA ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, പിന്നെ CPU, അങ്ങനെ 3 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് എൻകോഡർ ഒന്നെങ്കിൽ ഇൻ്റൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ NVIDIA ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ ഇൻസ്റ്റൻസിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഡിഫോൾട്ടായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് നെക്സ്റ്റ് ഒരു പ്രോസസ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പേജിലോട്ട്, ഇതാണ് മെയിൻ പേജ്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. മെയിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ഇമേജ് AI, വീഡിയോ AI ആണ്. ഇമേജ് AI ഉണ്ട്, വീഡിയോ AI ഉണ്ട്. അതുകൂടാതെ നമുക്ക് വന്നിട്ട് 2-3 ഓപ്ഷൻസ് കൂടെ ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, നമ്മൾ ഇമേജ് AI ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഓപ്ഷനാണ്. ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമുക്ക് CPU ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇൻ്റലിൻ്റെ ഗ്രാഫിക്സ് കാർഡ് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ CPU സെലക്ട് ചെയ്യാം. അപ്പം നിങ്ങൾ CPU സെലക്ട് ചെയ്താൽ വളരെ സ്ലോ ആയിരിക്കും, അത് നിങ്ങൾ ഡിപ്പെൻഡ് ആണ്. ഓക്കെ, അവിടെ NVIDIA തന്നെ ചെയ്തിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് കുറച്ച് ടൈം എടുക്കും, അതിന് കുറച്ച് ടൈം ഉണ്ടാവും അതാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ബിഫോർ ആഫ്റ്ററാണ് നമ്മൾ കാണുന്നത്. ബിഫോർ ആയിട്ട് വളരെ ക്ലാരിറ്റി ലോസ് ആയിട്ടുള്ളൊരു ഫോട്ടോ നമ്മൾ ക്ലാരിറ്റിയിലോട്ട് 2K ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് രണ്ട് സ്ക്രീനായിട്ട് കാണാൻ പറ്റും. പിന്നെ സിംഗിൾ സ്ക്രീനിൽ തന്നെ സ്വൈപ്പ് ചെയ്തിട്ടും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സ്കെയിലിൽ പോയി നമുക്ക് അപ് ടു 4x വരെ ഇതിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 4x ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെറിയൊരു ലോഡിങ് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 4x വരെ ഈ ഒരു ഫോട്ടോ ക്വാളിറ്റി ഇൻക്രീസ് ആവും. ഇപ്പോൾ ഇവിടെ 4x ആണ് ക്വാളിറ്റിയിലോട്ട് ഇൻക്രീസ് ചെയ്തിട്ട് കാണാം. നല്ല രീതിക്ക് തന്നെ ക്വാളിറ്റി കൂടി ഉണ്ട്. അതുപോലെ തന്നെ റെസൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അപ് ടു 10K വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ റെസൊല്യൂഷൻ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് 10K വരെ നിങ്ങൾക്ക് അപ് ടു സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ തിരിച്ച് ആ ഒരു 4K 8K ആക്കുന്നില്ല. 8K ആക്കിയാൽ നിങ്ങൾക്ക് അത്രയും കുറച്ച് ഡിലേ ടൈം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. അത്രയും നിങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് പുതിയ അപ്ഡേറ്റ് വന്ന 2 ഇമേജ് റെസ്റ്റോറേഷനിൽ വന്നതാണ്, ഫേസ് റെസ്റ്റോറേഷനും അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കളർ ഇമേജിലോട്ട് ചേഞ്ച് ചെയ്തതും. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് എടുത്ത് നമുക്ക് AI ടൂൾസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക ലൊക്കേഷനും അതുപോലെ തന്നെ അതെല്ലാം സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇമേജ് വന്നിട്ട് ഇതിൽ ഡീനോയ്സ്, ഡീബ്ലർ, അതുപോലെ തന്നെ നമ്മുടെ ഇമേജ് ഷാർപ്പൺ എല്ലാം തന്നെ ഒരു AI വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യുന്നത് വീഡിയോയുടെ കാര്യമാണ്. അപ്പോൾ വീഡിയോയിലിട്ട് എങ്ങനെയാണ് പോകുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ നേരെ ഈ ഫുള്ളായിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിൽ ഈ ഒരു ടാബ് മൊത്തത്തിൽ തന്നെ ക്ലോസ് ചെയ്യാം മുകളിൽ നിന്ന്. അപ്പോൾ ഇവിടെ കാണാം വീഡിയോ AI എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് വീഡിയോ AI ക്ലിക്ക് ചെയ്യാം. ആഡ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വീഡിയോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ ജസ്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു ടൈം എടുക്കും, ജസ്റ്റ് പ്രോസസ്സിങ് ടൈം നേരത്തെ പോലെ തന്നെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്കെയിൽ 4x തന്നെയാണുള്ളത്. റെസൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 8K അല്ലെങ്കിൽ 10K വരെ അപ് ടു ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇപ്പോൾ ഇവിടെ കാണാം, ബിഫോർ ആഫ്റ്റർ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ,
അപ്പോൾ അത്ര ഇത് കുറച്ച് നല്ലൊരു ബാഡ് വീഡിയോ ആണ് ഇത്ര ഒരു ക്വാളിറ്റി വന്നിട്ടുള്ളത്. കുറച്ചുകൂടി പെർഫെക്റ്റ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മോഡലിൽ കുറച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അനിമേ മോഡലൊക്കെ ആയിട്ട്. പിന്നെ റെസൊല്യൂഷൻ എടുത്ത് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം. ഇവിടെ ഫ്രെയിം ഇന്റർപോളേഷൻ കാണാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ 30 FPS ഉള്ളത് നിങ്ങൾക്ക് നേരെ 120 FPS ,60 FPS നേരെ 240 FPS ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഫ്രെയിം ഇന്റർപോളേഷൻ. സ്റ്റേബിലൈസേഷൻ നമ്മൾ ഗോപ്രോയിൽ അതിൽ തന്നെ എന്താ പറയുക ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ വളരെയധികം സ്റ്റെബിലൈസ് ആയിരിക്കുള്ള വീഡിയോ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം ആയിട്ട് റൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതും നേരത്തെ പോലെ കുറച്ച് ടൈം എടുക്കും. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബിഫോർ ആഫ്റ്റർ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിക്ക് തന്നെ ചേഞ്ച് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ റൺ ചെയ്ത് വീഡിയോ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ നമ്മുടെ ആ ഒരു ഫോൾഡറിലോട്ട് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ PC-യിലുള്ള പ്ലെയർ വെച്ചിട്ട് അത് ഒന്ന് റൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ PC-യിലുള്ള ഒരു പ്ലെയർ വെച്ച് ഇത് റൺ ആവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ വീഡിയോ ഇമേജും അതിൽ ഇമേജ് എയും വീഡിയോ എയും. ഇത് കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ബാക്കി ഒരു 3 ഓപ്ഷൻസ് കൂടിയുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഒന്നാമത്തത് വീഡിയോ കൺവേർട്ടർ. വീഡിയോ കൺവേർട്ടർ നിങ്ങൾ H2M4 വീഡിയോ MP4 കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ഐഫോണിലെടുത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് MP4 ആൻഡ്രോയിഡ് വീഡിയോ MP4 അല്ലെങ്കിൽ MP3G എല്ലാം നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനാണ് വീഡിയോ കൺവേർട്ടർ. പിന്നീട് വന്നിട്ടുള്ളത് ഡൗൺലോഡറാണ്. അത് നിങ്ങൾക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലൊക്കെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടുന്നതാണ്. ഇതൊക്കെ ഒറ്റ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. അടുത്തത് റെക്കോർഡറാണ്, സ്ക്രീൻ റെക്കോർഡർ. അതിൽ തന്നെ ഓഡിയോ റെക്കോർഡർ, വെബ് ക്യാം ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ. ടോട്ടൽ 5 ഫീച്ചേഴ്സാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇമേജ്, വീഡിയോ, പിന്നെ ബാക്കിയുള്ള 3 ഓപ്ഷൻസ്. അതിൽ ഈ ഒരു ഇത്രയും ഓപ്ഷൻസാണ് നമ്മുടെ ഈ ഒരു ഒറ്റൊരു സിംഗിൾ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണെന്ന് ചോദിച്ചാൽ ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഫ്രീ യൂസ് ചെയ്യുമ്പം. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ബൈ ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ അത്രയും യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ കാണാം കമ്പയർ ചെയ്ത് നമുക്ക് ഈ സൈറ്റിൽ തന്നെ ഇവിടെ കാണുന്നുണ്ട്. ട്രയൽ എഡിഷനും നമ്മൾ ബൈ ചെയ്താലുള്ള ഡിഫറൻസ്. അതായത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിൽ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. ഇമേജസിൻ്റെ വീഡിയോസിൻ്റെ ടൈം ലിമിറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എമൗണ്ട് വന്നിട്ട് നമുക്ക് ലൈഫ് ടൈം ആയിട്ട് നമ്മളൊരു PC-യിലേക്ക് എടുക്കുകയാണെങ്കിൽ വെറും $45 ഉള്ളൂ. ഇനി 1 year പ്ലാൻ ആണെങ്കിൽ ആ ഒരു $75 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും എന്ത് ചെയ്യും വേണ്ട ഒരു ഇത് യൂസ്ഫുൾ ആകുന്നവരൊക്കെ യൂസ് ചെയ്ത് നോക്കുക. നമ്മൾക്ക് ഈ ഫ്രീ ട്രയൽ ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു കാണാൻ മതിയായിരിക്കും. ഗുഡ് ബൈ.